ചേന എരിശ്ശേരി വെച്ച് കൂട്ടണമെന്ന് പറഞ്ഞ് ആ ചേന തന്നെ പറിച്ച് അമ്മ എരിശ്ശേരി വെച്ച് അപ്പം പിന്നെ കഞ്ഞി കോരി കൊടുത്തു. അച്ഛൻ പോയിട്ട് 3-ാം ദിവസം തിരിച്ചു വന്നു, ജോയിൻ ചെയ്യാൻ പോയിട്ട് ലീവ് എടുത്ത് പോന്നു. വന്ന് അപ്പം ഒരു പശു ഉണ്ടായിരുന്നു അതിനവിടെ പറമ്പിൽ. അപ്പോൾ മരിക്കുന്ന ദിവസം അച്ഛൻ വന്ന് കണ്ടു. മക്കൾ വന്നോ? വന്നു. ഒരു ബോധക്കുറവുമില്ലായിരുന്നു, നല്ല ബോധമായിരുന്നു. എല്ലാവരും എന്തി. അപ്പോൾ ഈ രാമകൃഷ്ണപിള്ള ചേട്ടനും പാർവതി ചേച്ചി അടുത്തിപ്പറമ്പിൽ വന്നിട്ടുണ്ട്. അവരൊന്ന് മൂലയിടത്താണ് താമസിക്കുന്നത്. അപ്പോൾ പിന്നെ സുഖയില്ലെന്നറിഞ്ഞ് വന്നതാണ്. അപ്പം എല്ലാവരും ഉണ്ടോ? എല്ലാവരും ആഹാരം കഴിച്ചോ? അവൻ കഴിച്ചു. പശുവിന് വെള്ളം കൊടുത്തോ? അവന് കൊടുത്തച്ചാ. അമ്മയെ പറയും കൊടുത്തച്ചാ. എന്നാൽ എല്ലാവരും എൻ്റെ ചുറ്റിനും വന്നേക്ക്. പിന്നെ ഭർത്തിപ്പറമ്പിൽ അവർ എപ്പോഴും വരും. അപ്പം കിടക്കുന്ന കാരണം അന്വേഷിച്ചു. അവർ ഈ ചേട്ടൻ്റെ ഈ ശശിയുടെ അമ്മ എല്ലാവരും വന്നു. പുത്തമരയിലെ അപ്പച്ചിക്ക് വയ്യ. അപ്പച്ചി മരിച്ചു ഇല്ല. അപ്പച്ചിക്ക് വലിവായിരുന്നു, ആസ്മയായിരുന്നു. എഴുന്നേറ്റ് നടക്കാൻ മേലാത്തവണ്ണം ഇരുന്ന് ഇഞ്ചക്ഷൻ ദിവസവും എടുത്തും കൊണ്ട് അങ്ങനെ കൃഷ്ണൻ്റെ അമ്മ. അപ്പച്ചി വന്നില്ല. മറ്റു മക്കളെല്ലാവരും ഉണ്ട്. ഞങ്ങളെന്ന് പറയാൻ ഞാൻ പിള്ളേരുണ്ട്. ഇപ്പോൾ കൊച്ചു പിള്ളേരാണ് അവർ. ഞങ്ങളെല്ലാവരും ഉണ്ട്. എല്ലാവരും വന്ന്. എനിക്കോ വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ 4th പഠിക്കുമ്പോഴാണെന്ന് തോന്നുന്നു. 18 വയസ്സുണ്ട്. അപ്പൂപ്പൻ എത്ര വയസ്സുണ്ടായിരുന്നു? അപ്പൂപ്പനും 90ആയി. 90ാമത്തെ വയസ്സാണ്. എല്ലാവരും എന്താ ഇവിടെ വന്ന് നിൽക്കുക. എല്ലാവരും ഈ കട്ടിലിന് ചുറ്റും നിൽക്കാൻ പറയുക. എല്ലാവരും വന്ന് കട്ടിലിന് ചുറ്റും നിൽക്കും. 4 വശത്തും മക്കളും എല്ലാവർക്കും വന്ന് അങ്ങ് നിന്നു. അപ്പോൾ ഈ ഭയങ്കര ശ്രീരാമഭക്തനായിരുന്നു അപ്പൂപ്പൻ. എന്നും രാമായണം വായിക്കും. രാവിലെ കുറച്ച് നേരം രാമായണം വായിച്ചു ഒരു സൂര്യ നമസ്കാരമൊക്കെ കഴിഞ്ഞ് കാപ്പ കുടിക്കത്തുള്ളൂ. അങ്ങനെ ഒരു സ്വഭാവമായിരുന്നു. ഞായറാഴ്ചയാണെങ്കിൽ ഒരു പട്ടുണ്ട്, ഒരു ചുവന്ന പട്ടെടുത്തും കൊണ്ട് അകത്ത് കയറിയിരുന്ന് വിളക്കും കത്തിച്ച് വെച്ച് ഭാഗവതം വായിച്ച് എല്ലാം കഴിഞ്ഞ് വെളിയിൽ വന്ന് ഒരു സൂര്യ നമസ്കാരം കഴിഞ്ഞിട്ടേ കാപ്പ കുടിക്കത്തുള്ളൂ. എല്ലാവരും കഴിച്ചോ? പശുവിന് വെള്ളം കൊടുത്തു. എന്നാൽ എല്ലാവരും ഇവിടെ വന്നേക്കും. എല്ലാവരും നിന്നു. ഇങ്ങനെ കിടന്നുകൊണ്ട് രാമരാമ എപ്പോഴും ജപിക്കും. ഇരിക്കുന്നിടത്തിരുന്ന് ഇങ്ങനെ രാമരാമ പേരിൽ കെറി അനങ്ങുന്നേ കാണാം. ഇങ്ങനെ ജപിക്കും. ഇങ്ങനെ കേട്ടിട്ടുണ്ട്. രാമ 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 3 പ്രാവശ്യം പറഞ്ഞു. കഴിഞ്ഞു, മരിച്ചു. അങ്ങനെ ഒരു മരണമായിരുന്നത്. അത് നോക്കുന്നിടത്തൊക്കെ പറയും ഞങ്ങളുടെ കൂടെ പട്ടെടുത്ത് ഒരു ഭക്തനുണ്ടായിരുന്നു, അത് നിങ്ങൾക്ക് തുണയാ എന്ന് പറയുമായിരുന്നു. അപ്പൂപ്പനെയാ.